കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയ്ക്ക് ജാമ്യം. വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. 15,000 രൂപ കൈക്കൂലി വാങ്ങിയപ്പോഴാണ് സ്വപ്നയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. ബിനിൽ തന്നെ അതിന്റെ വിശദാംശങ്ങൾ നൽകും. ബിനിൽ, കൈയോടെ പിടികൂടിയതാണ്, ഇതൊറ്റ സംഭവമല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർക്ക് ഈ ഒരു കൈക്കൂലി ഇടപാടുണ്ട് എന്നാണ്. ഇപ്പോൾ എന്ത് അർത്ഥത്തിലാണ്, എന്ത് നിബന്ധനകളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? ദിവിഷ, വ്യവസ്ഥകളോടുകൂടി തന്നെയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇപ്പോൾ എ സ്വപ്നയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഇവരെ 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കൈയോടെ വിജിലൻസ് പൊക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ ആരും ഇപ്പോഴും മറന്നിട്ടുണ്ടാവില്ല. കാരണം ഇവരുടെ കുട്ടികൾക്കൊപ്പം കാർ ഓടിച്ചു വന്ന് കൈക്കൂലി വാങ്ങി പോകാനുള്ളൊരു ശ്രമമായിരുന്നു അവർ നടത്തിയത്. അത് വിജിലൻസ് ആ വാഹനം തടഞ്ഞു നിർത്തിയാണ് അവരെ റോഡിൽ വെച്ച് തന്നെ പിടികൂടുന്നത്. കൊച്ചി നഗരത്തിലെ ഒരു കെട്ടിടത്തിന് നമ്പർ ഇട്ട് നൽകാൻ വേണ്ടിയാണ് ഇത്രയധികം രൂപ ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇവർക്കിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ കേസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശം, ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഇവർ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ വലിയ അഴിമതിക്കാരുടെ വിവരങ്ങളടക്കം ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റുകളടക്കം വിശദമായി വിജിലൻസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി, ബിന്നിലാണ് വിവരങ്ങൾ നൽകിയത്. സ്വപ്ന എന്ന ഉദ്യോഗസ്ഥയ്ക്കാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 15,000 രൂപ കൈക്കൂലി വാങ്ങിയ കേസാണ്. പല തവണ ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു. അവസാനമാണ് വിജിലൻസിന്റെ പിടിയിൽ വീണത്.